वासुदेव പ്രഭാത് കി ജയ്. അടുത്ത മുറി ഒരു വിചിത്രമായ കോഫി ടേബിളിൽ ഉള്ളതൊഴിച്ചാൽ തികച്ചും ശൂന്യമായിരുന്നു. അത് പിന്നീട് ഭക്തിവേദാന്ത സ്വാമിയുടെ പൂജാപീഠമായി മാറുകയും ചെയ്തു. അതിൽ അദ്ദേഹം ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെയും സഹചാരികളുടെയും ചില്ലിട്ട ചിത്രം പ്രതിഷ്ഠിച്ചു. ഭിത്തിയിൽ ചതുർബാഹുവായി വിഷ്ണുവിന്റെയും ദിവ്യനാഗമായ അനന്തശേഷന്റെയും ഇന്ത്യൻ പ്രിന്റ് കലണ്ടർ ചിത്രം തൂക്കി. അതുകൂടാതെ ബോവറിയിലെ തന്റെ മേലറയിൽ എന്നതുപോലെ തുണികൾ ഇടുവാനുള്ള ഒരു അയയും കെട്ടി. രണ്ടു മുറികളും പുതിയതായി പെയിന്റ് ചെയ്തവയും അവയുടെ തറ ചിത്രപ്പണി ചെയ്ത മരഉരുപ്പടികൾ പാകിയിട്ടുള്ളതുമായിരുന്നു. കുളിമുറി ശുചിത്വമുള്ളതും ഉപയോഗശൂന്യവുമായിരുന്നു. അതുപോലെ തന്നെ ഇടുങ്ങിയതും. എന്നാൽ ആവശ്യ ഉപകരണങ്ങൾ ഉള്ളതുമായ അടുക്കളയും അവിടെ സജ്ജമായിരുന്നു. ഭക്തിവേദാന്ത സ്വാമി ചിലപ്പോഴൊക്കെ അടുക്കളയുടെ ജാലകത്തിനടുത്ത് അങ്കണവാതിലിനപ്പുറത്തേക്ക് നോക്കി നിൽക്കും. അടുത്ത മാസത്തെ വാടക കൊടുക്കുവാനുള്ള സാധ്യതകളൊന്നും അതിൽ മുന്നിൽ കണ്ടുകൊണ്ടല്ല അദ്ദേഹം ഇവിടേക്ക് താമസം മാറ്റിയത്. ഭക്തിവേദാന്ത സ്വാമി വന്നെത്തുന്നതിന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കുറെ ചേരി നിവാസികൾ ലോവർ ഈസ്റ്റ് സൈഡിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഈ പ്രതിഭാസത്തെ സംബന്ധിച്ച് ഒരുപാട് സാമൂഹ്യപരവും സാംസ്കാരികപരവുമായ അപഗ്രഥനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും അവർ എന്തുകൊണ്ട് ഒരു പക്ഷിക്കൂട്ടം ഒന്നാകെ അതിവേഗം പറന്നിറങ്ങി നിറയുന്നത് പോലെയോ സഹജവാസന പ്രേരിതമായ ഒരു വമ്പിച്ച കുടിയേറ്റത്തിൽപ്പെട്ട മൃഗങ്ങളെ പോലെയോ വളരെ പെട്ടെന്ന് വന്നുവെന്നും എന്തുകൊണ്ട് ഏതാനും വർഷങ്ങൾക്കു ശേഷം അപ്രത്യക്ഷരായി എന്നുമുള്ള കാര്യം ഇന്നും അജ്ഞാതമായി തന്നെ അവശേഷിക്കുന്നു. തുടക്കത്തിൽ ഒരു നവാഗതർ മിക്കവാറും പ്രഭുപാദരുടെ ബോവറി വാസക്കാലത്തെ ഹിപ്പിക്കൂട്ടങ്ങളെ പോലെ ചെറുപ്പക്കാരായ കലാകാരന്മാരായോ ഗായകരോ ബുദ്ധിജീവികളോ ആയിരുന്നു. പിന്നീട് മധ്യവർഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരായ സുഹൃത്തുക്കൾ പഠിത്തം നിർത്തി വന്നു ചേർന്നു. വാസസ്ഥലങ്ങൾ കൂടുതൽ ലഭ്യമായിരുന്നതിനാലും വാടക നിരക്ക് സമീപ സ്ഥലമായ ഗ്രീൻവിച്ച് ഗ്രാമത്തെക്കാളും കുറവായിരുന്നതിനാലും അവർ ഈ ലോവർ ഈസ്റ്റ് സൈഡിൽ കേന്ദ്രീകൃതരായി. വാടക ഏജന്റുമാരുടെ സംഭാഷണത്തിൽ ഈ സ്ഥലം ഈസ്റ്റ് വില്ലേജ് എന്ന് അറിയപ്പെടാൻ തുടങ്ങി. പലരും താമസിക്കാൻ ഒരിടം പോലും കാണാതെ അവിടേക്ക് വന്നെത്തുകയും ഗൃഹസമുച്ചയങ്ങളുടെ ഇടനാഴികളിൽ തമ്പടിക്കുകയും ചെയ്തു. കുറഞ്ഞ വാടകയാലും ബൊഹീമിയൻ സ്വാതന്ത്ര്യത്തിനുള്ള സാധ്യതകളിലും ആകൃഷ്ടരായ ഈ ചെറുപ്പക്കാരായ മധ്യവർഗ സമൂഹഭ്രഷ്ടർ താമസിയാതെ തന്നെ വാർത്താമാധ്യമങ്ങളിൽ ഹിപ്പികൾ എന്നറിയപ്പെടാനിട വന്നു. ഒരു രാഷ്ട്രവ്യാപക യുവജന പ്രസ്ഥാനത്തിലെ മുൻനിരക്കാരായിരുന്നു ഇവർ. അമേരിക്കയുടെ അതിരൂക്ഷമായ ഭൗതികതയുടെ സുഖസൗകര്യങ്ങളോടെയുള്ള ജീവിത രീതിയോട് പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട് അലഞ്ഞുതിരിഞ്ഞ് അവർ ലോവർ ഈസ്റ്റ് സൈഡിലെ ചേരികളിൽ എത്തിയതാണ്. ഒരു സഹജവാസന പ്രചോദിതമായ ആഹ്വാനത്തിന് പ്രതികരിച്ചുകൊണ്ടെന്നതുപോലെ പ്രായം കുറഞ്ഞ 20 വയസ്സിൽ താഴെയുള്ളവരായ യുവാക്കൾ വീട് വിട്ട് ഓടി പോന്നവർ പ്രായക്കൂടുതലുള്ള ഹിപ്പികളുമായി ചേരുകയും പിന്നെ ആ ഒളിച്ചോട്ടക്കാരെ പിന്തുടർന്ന് പോലീസും ഹിതോപദേശികളും സാമൂഹ്യക്ഷേമ പ്രവർത്തകരും യൂത്ത് ഹോസ്റ്റലുകളും ലഹരി വിമോചന കേന്ദ്രങ്ങളും അവിടേക്ക് വരികയും ചെയ്തു. സെന്റ് മാർക്സ് പ്ലേസിൽ ഹെഡ് ഷോപ്പുകൾ, പോസ്റ്റർ കടകൾ, ആർട്സ് ഗാലറികൾ, പുസ്തകശാലകൾ എന്നിങ്ങനെ സിഗരറ്റ് ഷോപ്പുകൾ മുതൽ ഹിറ്റ് വേഷവിധാനങ്ങളും സൈക്കഡലിക് ലൈറ്റിംഗ് വരെയുള്ള എല്ലാ വസ്തുക്കളും ഉൾക്കൊള്ളുന്ന ഒരു ഹിറ്റ് വിപണന വ്യവസ്ഥ തന്നെ പൊന്തിവന്നു. ഹിപ്പികൾ അവരുടെ കുടിയേറ്റക്കാരായ മുൻഗാമികൾ ചെയ്തതുപോലെ തങ്ങൾക്ക് പാർക്കുവാൻ ഏറ്റവും യോജിച്ച സ്ഥലം ഇതാണെന്നുള്ള ദൃഢവിശ്വാസത്തോടെ ലോവർ ഈസ്റ്റ് സൈഡിലേക്ക് യാത്ര ചെയ്തു. മറ്റൊരു കാലഘട്ടത്തിൽ യൂറോപ്പിൽ നിന്ന് കുടിയേറ്റക്കാർക്ക് ന്യൂയോർക്ക് തുറമുഖമായിരുന്നു സമ്പത്തിന്റെയും അവസരങ്ങളുടെയും ഭൂമിയിലേക്കുള്ള പ്രവേശന കവാടം. എന്തെന്നാൽ മാൻഹാട്ടയിലെ അംബരചുംബികളുടെയും സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെയും ദർശനം അവർ ജന്മസാഫല്യമായി കരുതുകയായിരുന്നു. ഇപ്പോൾ 1966 അമേരിക്കൻ യുവജനങ്ങൾ അവരുടേതു മാത്രമായ പ്രതീക്ഷകളോടെ ന്യൂയോർക്ക് നഗരത്തിൽ തിങ്ങിക്കൂടുകയും അവരുടെ നവോപലബ്ധവും നിഗൂഢാത്മക ഭൂമിയുമായ ലോവർ ഈസ്റ്റ് സൈഡിലെ ചേരികളുടെ ദർശനത്തിൽ ആഹ്ലാദം കൊള്ളുകയും ചെയ്യുകയായിരുന്നു. അതൊരു അസ്വസ്ഥകരമായ സഹവർത്തിത്വമായിരുന്നു. ഹിപ്പികൾ ഒരു വശത്തും പോർട്ടോറിക്കക്കാരും പോളണ്ടുകാരും യുക്രൈനിയക്കാരും മറുവശത്ത്. സ്ഥിരവാസികളായ സാമുദായിക വിഭാഗങ്ങൾ ആ നവാഗതരെ വെറുത്തു. അവർക്ക് ഈ ചേരികളിൽ വസിക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല. അതേസമയം തങ്ങളുടെ സ്വന്തം ആവശ്യമായി അതിനെ കരുതുകയാണ് ഉണ്ടായത്. വാസ്തവത്തിൽ ഈ നവാഗതരിൽ പലരും ഇടത്തരക്കാരായ അമേരിക്കക്കാരായി സുസ്ഥാപിതരാകുവാൻ അനേകം തലമുറകളായി കഠിനാധ്വാനം ചെയ്ത കുടിയേറ്റക്കാരുടെ കുടുംബങ്ങളിലെ പിന്മുറക്കാരായിരുന്നു.
പ്രേരണകൾ വിഭിന്നങ്ങളോടെ ആയിരുന്നുവെങ്കിലും ലോവർ ഈസ്റ്റ് സൈഡിലേക്കുള്ള യുവജനങ്ങളുടെ ഈ പുതിയ കുടിയേറ്റം പെർട്ടോറിക്കക്കാരുടെയും പോളണ്ടുകാരുടെയും യുക്രൈനിയക്കാരുടെയും കുടിയേറ്റത്തോളം തന്നെ യാഥാർത്ഥ്യമായിട്ടുള്ളതായിരുന്നു. തങ്ങളുടെ മാതാപിതാക്കളുടെ നാഗരികമായ ഭൗതികതയോടും ടിവിയുടെയും പരസ്യങ്ങളുടെയും സംഭാവനയായ പൊള്ളയായ ആനന്ദത്തോടും അമേരിക്കൻ മധ്യവർഗത്തിന്റെ ക്ഷണിക പ്രസക്തി മാത്രമുള്ള ലക്ഷ്യങ്ങളോടും വിരക്തി തോന്നി. അതൊക്കെ ഉപേക്ഷിച്ച് പോന്നവരായിരുന്നു ഹിപ്പികൾ. മാതാപിതാക്കന്മാരിലും വാർത്താ മാധ്യമങ്ങളിലും പ്രതീക്ഷ നശിപ്പിക്കുന്ന ഒരു ക്രൂരനും സ്വാർത്ഥനും ചൂഷണ തൽപരനുമായ ഒരു രാക്ഷസനായി അമേരിക്കയെ ചിത്രീകരിച്ചു പോന്ന തീവ്രവാദ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ അവരെ ആകർഷിച്ചു പോന്നു. കൂടാതെ അവർ സ്നേഹം, സമാധാനം, ആധ്യാത്മികാവബോധം എന്നിവയുടെ യാഥാർത്ഥ്യങ്ങൾക്കു വേണ്ടിയുള്ള അന്വേഷണങ്ങളും ആരംഭിച്ചു. ഭക്തിവേദാന്ത സ്വാമി 26 സെക്കൻഡ് അവന്യൂവിൽ എത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ വേനൽക്കാലത്തോടെ 60കളിലെ ബൃഹത്തായ യുവജന പ്രക്ഷോഭത്തിന്റെ പ്രഥമ സേനാവ്യൂഹം ലോവർ ഈസ്റ്റ് സൈഡിൽ പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. ഇവിടെ അവർ സ്വതന്ത്രരായിരുന്നു. വെറും ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നതിനും കലയിലും സംഗീതത്തിലും മയക്കുമരുന്നിലും ലൈംഗികതയിലും കൂടി സ്വയം പ്രകാശനം നടത്തുന്നതിനും സ്വാതന്ത്ര്യമുള്ളവർ. അവരുടെ സംസാരം ആധ്യാത്മിക അന്വേഷണത്തെക്കുറിച്ചായിരുന്നു. അനുഭൂതികൾ പ്രദാനം ചെയ്യുന്ന LSDയും മാരിജാനുമായിരുന്നു അതിനുള്ള പ്രധാന മാർഗങ്ങൾ. പൗരസ്ത്യ സംസ്കാരങ്ങളെയും പൗരസ്ത്യ മതങ്ങളെയും സംബന്ധിച്ച ധാരണകൾ പ്രചാരത്തിലുണ്ടായിരുന്നു. മയക്കുമരുന്നുകളിലൂടെയോ യോഗയിലൂടെയോ സാഹോദര്യത്തിലൂടെയോ അഥവാ കേവലം സ്വതന്ത്രരായിരിക്കുക വഴിയോ ചിലപ്പോൾ ജ്ഞാനോദയം നേടുവാൻ കഴിഞ്ഞേക്കും എന്നതായിരുന്നു അവരുടെ പ്രത്യാശ. ഓരോരുത്തരും തുറന്ന മനസ്സോടെ വർത്തിക്കുകയും കൂടാതെ പ്രത്യക്ഷാനുഭവത്തിലൂടെയും മയക്കുമരുന്നുകളാൽ വിപുലീകരിക്കപ്പെട്ട അവബോധത്തിലൂടെയും ഉത്തമാംശങ്ങളെ സ്വന്തമാക്കുന്ന മിശ്രിതമായ വായനയിലൂടെയും അവർ സ്വന്തം പ്രപഞ്ച തത്വശാസ്ത്രം വികസിപ്പിച്ചെടുക്കുകയാണ് ഉണ്ടായത്. അവരുടെ ജീവിതം ലക്ഷ്യരഹിതമായി തോന്നിയെങ്കിൽ തന്നെയും കുറഞ്ഞപക്ഷം അവർ ഭൗതിക സുഖത്തിനു വേണ്ടി സ്വന്തം ആത്മാവിനെ വിൽക്കുകയും അങ്ങനെ ജീർണമായി കഴിഞ്ഞ ഒരു വ്യവസ്ഥിതിയെ താങ്ങി നിർത്തുകയും ചെയ്യുന്ന നിരർത്ഥകമായ ജീവിതത്തിൽ നിന്ന് സ്വയം പിൻവാങ്ങുകയും ചെയ്തു. ഹരേ കൃഷ്ണ. കണ്ടിന്യൂ ചെയ്യും മാതാജി. അങ്ങനെയാണ് 1966 ആയിരക്കണക്കായ യുവജനങ്ങൾ കേവലം ലഹരിക്ക് അടിമപ്പെട്ടോ അല്ലെങ്കിൽ ഉന്മത്തരായോ അല്ലാതെയോ മിക്കപ്പോഴും അവർ ആ നിലയിലായിരുന്നുവെങ്കിലും ലോവർ ഈസ്റ്റ് സൈഡിലെ തെരുവുകളിൽ അലഞ്ഞുകൊണ്ടിരുന്നത്. നിലവിലുള്ള വ്യവസ്ഥിതിയെയും ലക്ഷോപലക്ഷം സാധാരണക്കാരായ അമേരിക്കക്കാർ അനുവർത്തിച്ചു പോന്ന ദൈനംദിന ജീവിത രീതിയെയും നിശേഷം തിരസ്കരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ആത്യന്തികമായ അർത്ഥത്തെ അന്വേഷിച്ചാണ് അവർ അവിടെ എത്തിയത്. ഇത്രയും സമ്പൽ സമൃദ്ധമായ അമേരിക്കയെ പോലുള്ള ഒരു രാജ്യത്തിന് ഇത്രയധികം അസംതൃപ്തരായ യുവാക്കളെ ഊട്ടി വളർത്താൻ കഴിഞ്ഞു എന്നത് ഭക്തിവേദാന്ത സ്വാമിയെ അത്ഭുതപ്പെടുത്തി. അമേരിക്കൻ ജീവിതത്തിന്റെ മുഖമുദ്രയായ ഭൗതിക സുഖസമൃദ്ധിക്ക് ജനങ്ങളെ സന്തുഷ്ടരാക്കാൻ കഴിയുകയില്ലെന്ന വസ്തുത ഈ സംഭവം ഒന്നുകൂടി തെളിയിക്കുകയായിരുന്നു. എന്നാൽ ഭക്തിവേദാന്ത സ്വാമി തന്റെ ചുറ്റുമുള്ള ഈ അസന്തുഷ്ടിയെ കണ്ടത് താൽക്കാലികമായ സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവും സാംസ്കാരികവുമായ കാരണങ്ങളുമായി ബന്ധപ്പെടുത്തിയല്ല. അതുപോലെ തന്നെ ചേരിയിലെ ജീവിത സാഹചര്യങ്ങളോ യുവജനങ്ങളുടെ പ്രതിഷേധ പ്രകടനങ്ങളോ ആയിരുന്നില്ല. സർവപ്രധാനങ്ങളായ യാഥാർത്ഥ്യങ്ങൾ ഇവയൊക്കെ ഒരു സാർവത്രികമായ അസന്തുഷ്ടിയുടെ ബാഹ്യലക്ഷണങ്ങൾ മാത്രമാണ്. കൂടാതെ അവയ്ക്കുള്ള ഏക പരിഹാരമാർഗം കൃഷ്ണാവബോധവും. അദ്ദേഹം ഓരോരുത്തരുടെ കഷ്ടപ്പാടുകളോട് സഹതപിക്കുമ്പോഴും അവയ്ക്കുള്ള സാർവത്രികമായ പരിഹാരം ദർശിക്കുകയും ചെയ്തു. ഭക്തിവേദാന്ത സ്വാമി ലോവർ ഈസ്റ്റ് സൈഡിലേക്ക് താമസം മാറുന്നതിന് മുമ്പ് അമേരിക്കയിലെ യുവജന പ്രസ്ഥാനങ്ങളെക്കുറിച്ച് ഒരു രീതിയിലുള്ള പഠനവും നടത്തിയിരുന്നില്ല. ഇത്രയധികം യുവജനങ്ങളുടെ ഇടയിലേക്ക് വരാനുള്ള നിയതമായ പദ്ധതിയൊന്നും തന്നെ അദ്ദേഹം തയ്യാറാക്കിയിരുന്നുമില്ല. എന്നാൽ കൽക്കട്ട വിട്ടതിനു ശേഷമുള്ള 10 മാസക്കാലം അദ്ദേഹം സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ അഥവാ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കൃഷ്ണന്റെ ഇച്ഛയാൽ മാത്രമാണ് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറിക്കൊണ്ടിരുന്നത്. തന്റെ ആധ്യാത്മിക ഗുരുവിന്റെ ആജ്ഞ അനുസരിച്ച് അദ്ദേഹം അമേരിക്കയിലേക്ക് വരികയും ഇപ്പോൾ കൃഷ്ണന്റെ ഇച്ഛ അനുസരിച്ച് ലോവർ ഈസ്റ്റ് സൈഡിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഇവിടുത്തെ ദൗത്യവും മറ്റൊന്നായിരുന്നില്ല. അത് ബോവറിയിലെ നഗരപ്രാന്തത്തിലെയോ ഇന്ത്യയിലെയോ പോലെ തന്നെയായിരുന്നു. തന്റെ ആത്യന്തിക ഗുരുവിന്റെ ആജ്ഞയിലും വൈദിക കാഴ്ചപ്പാടിലും അദ്ദേഹം വളരെ ദൃഢചിത്തനായിരുന്നു. 1960കളിലെ സമൂല പരിവർത്തനങ്ങൾക്കൊന്നും സ്വാധീനം ചെലുത്താനാവാത്ത ഒരു കാഴ്ചപ്പാടായിരുന്നു അത്. ഇപ്പോൾ ഈ ചെറുപ്പക്കാർ അമേരിക്കൻ സംസ്കാര പരിസ്ഥിതിയിലുണ്ടായ ഏതെങ്കിലും ഒരു മാറ്റത്തിന്റെ ഫലമായി തന്റെ ആശയങ്ങൾ സ്വീകരിക്കുവാൻ കൂടുതൽ സന്നദ്ധരായി തീർന്നേക്കുമെന്ന് വന്നാൽ അത് സ്വാഗതാർഹമായിരിക്കും. അതും കൃഷ്ണന്റെ ഇച്ഛയായിരിക്കും. വാസ്തവത്തിൽ കലിയുഗത്തിന്റെ അശുഭകരമായ സ്വാധീന നിമിത്തം കൃഷ്ണ മുരളി നിർത്തിയേക്കുന്നവര് വന്നല്ലയോ പ്രഭു ആന്ന് തോന്നുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി.
जय कुंज बिहारी जय राधा माधव जय कुंज बिहारी जय गोपी जन वल्लभ जय गिरिवरधारी यशोदानंदन व्रज जन रंजन यशोदानंदन व्रज जन रंजन यशोदानंदन व्रज जन रंजन यमुना तीर वनचारी जय कुंज बिहारी यमुना तीर वनचारी जय कुंज बिहारी जय राधा माधव जय कुंज बिहारी मुरली मनोहर करुणा सागर मुरली मनोहर करुणा सागर मुरली मनोहर करुणा सागर जय गोवर्धन धारी जय कुंज बिहारी जय राधा माधव जय कुंज बिहारी हरे कृष्णा कृष्ण कृष्णा हरे 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 रामा राम रामा हरे 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 कृष्णा कृष्ण कृष्णा हरे हरे रामा राम रामा हरे हरे ഹരേ കൃഷ്ണ. കേൾക്കാം പ്രഭു. ഹരേ കൃഷ്ണ. കേൾക്കാം പ്രഭു. നമ്മള് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം, ഈ ലോകം മുഴുവൻ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രേഷ്ഠമായ ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഏതായിരുന്നു ദിവസം? എന്താ വിശേഷം? മഹാകുംഭമേള ആണ് പ്രഭു. മഹാകുംഭമേള, ബ്രഹ്മോത്സവം വരുന്നു. മഹാകുംഭമേള നടന്നു വരുന്നതാണ് മഹാകുംഭമേള. എന്താ മഹാകുംഭമേള? കുംഭമേളയും മഹാകുംഭമേളയും തമ്മിലുള്ള വ്യത്യാസം എന്താ? 12 വർഷത്തിലൊരിക്കൽ വരുന്നത് കുംഭമേള, 144 വർഷത്തിന് ശേഷം വരുന്നത് മഹാകുംഭമേള. എന്താ 12 വർഷത്തിന്റെ കണക്ക്? 12 വർഷത്തെ അതെനിക്കറിയില്ല, എങ്ങനെ അറിയോ? എന്നാലും മഹാസന്യാസിമാർ നാനാഭാഗത്തും രാജ്യത്തല്ല ലോകത്തെല്ലായിടത്തുമുള്ള സന്യാസിമാർ നമ്മളുടെ ഭാരതത്തില് നമ്മളുടെ ആ സ്ഥലത്ത് വന്ന് കൂടുന്നു. അവര് അവരുടേതായ കളികളും കാര്യങ്ങളും മറ്റേ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നു എന്നാണ് എന്റെ വിചാരം. എല്ലാം ശരിയാണ്. പക്ഷെ 12 വർഷം എന്താ? നമ്മളുടെ ദേവന്മാരുടെ 12 വർഷമാണ് നമ്മുടെ 12 വർഷമാണ് ദേവന്മാരുടെ ഒരു ദിവസം. അപ്പൊ അവരെല്ലാ ദിവസവും കുളിക്കാൻ വരുന്നു അർത്ഥം. ആ 12 വർഷത്തിലൊരിക്കല് ഇപ്പൊ നമ്മളും ആ പുണ്യനദിയിൽ പോകുന്നു. എങ്ങനെയാണ് പുണ്യനദി ആയതെങ്ങനെയാണ്? എന്താണ് കുംഭമേള? പ്രയാഗിൽ പോകുന്നു. മന്ദന സമയത്ത് അമൃത് വീണ സ്ഥലം. അമൃത് വീണ സ്ഥലം എവിടേക്കായിരുന്നു വീണത്? ഹരേ കൃഷ്ണ പ്രഭു. വാരണസി, പ്രയാഗരാജ്, വാരണസി തന്നെയാണ് പ്രയാഗരാജായിട്ട് ഇപ്പൊ പറയുന്നത്. പിന്നെ ഒന്ന് ഹരിദ്വാർ, പിന്നെ നാസിക്, 4 സ്ഥലങ്ങള്. അതെ, ഹരേ കൃഷ്ണ. ഭാരതം എത്രയോ വിശേഷപ്പെട്ട ഒന്നാണ്. ശ്രീല പ്രഭുപാദര് പറയുന്നു, ഭാരതത്തിൽ ഒരുപാട് പുണ്യനദികൾ ഒഴുകുന്നുണ്ട്.
ആ പുണ്യനദികളിൽ സ്നാനം ചെയ്യുന്നത് മാത്രം മതി ഒരാൾക്ക് പുണ്യം ലഭിക്കാൻ, മോക്ഷം ലഭിക്കാനെന്ന്. അത്ര വിശേഷം. അതുകൊണ്ട് തന്നെയാണ് മഹാപ്രഭുവും പറഞ്ഞത്, ഭാരതം അല്ലേ, ഭാരതം ഭൂമിയിലേ ഈ ഒരു ജന്മം എടുത്തത് എന്നുള്ളത്. നമ്മളെ ഭഗവാൻ മനഃപൂർവം അതായത് മനസ്സോടുകൂടി നമുക്ക് ജന്മം തന്നിരിക്കുന്നതാണ് ഈ ഭാരതം എന്ന് പറയുന്നത്. എത്ര നമ്മൾ ഭാഗ്യവാന്മാരാണ്. നമ്മൾ ഏതൊക്കെ കാര്യത്തിലും നമുക്ക് ഭാഗ്യമില്ല എന്ന് പറഞ്ഞാലും, നമ്മൾ കുറ്റപ്പെടുത്തി കഴിഞ്ഞാലും, കർമ്മപരമായി ഭൗതിക ഞാൻ ഒരുപാട് ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. എന്റെ പത്മനാഭന്റെ നാട്ടിലും എന്റെ ഈ ഭാരതത്തിലും എനിക്ക് എത്ര ദാരിദ്ര്യം നിന്നാലും ഭഗവാൻ ഈ നാട്ടിൽ ഞങ്ങളെ കൊണ്ട് ജനിപ്പിച്ചത് ഭഗവാനെ കോടി നന്ദി പറയുന്നു. എത്ര ജന്മം കിട്ടിയാലും ഭാരതം തന്നെ വേണം, ഭാരതം തന്നെ വേണം. ഹരേ കൃഷ്ണ. അപ്പം നമ്മള് കർമ്മഭൂമിയാണ്. എന്ത് കർമ്മഭൂമി? ഭക്തിയുത സേവന കർമ്മം. എത്രയോ ഭക്തന്മാര്, എത്രയോ ആചാര്യന്മാര്, എന്തിനധികം പറയുന്നു, ഭഗവാൻ തന്നെ നേരിട്ട് ഈ ഭാരതഭൂമിയിൽ വന്നിട്ട് പാദസ്പർശനം കൊടുത്ത് ആ 19 ചിഹ്നങ്ങളുള്ള പാദത്തിന്റെ ആ എല്ലാ ധൂപങ്ങളും വന്ന് വീണ്, മണൽത്തരികളും വീണ ഒരു പ്രദേശമാണ് ഭാരതം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും വിശേഷപ്പെട്ടതാണ് സത്യത്തിൽ കേരളം എന്ന് പറയുന്നത്. മഹാപ്രഭു കേരളത്തിൽ നമുക്ക് വേണ്ടിയിട്ട് വന്നു എന്നുള്ളതാണ്. നമ്മളുള്ള അനുകമ്പയ്ക്കായിട്ടാണ് വന്നത്. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്, നേരത്തെ പറഞ്ഞതുപോലെ. അപ്പൊ ആ ഭാഗ്യം നമ്മൾ ദുർവിനിയോഗം ചെയ്യരുത് എന്നർത്ഥം. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? അവിടെയാണ് പൂന്താനം നമ്പൂതിരിയും പറഞ്ഞത്, കാലം ഇന്ന് കലിയുഗമല്ലയോ, ഭാരതം ഈ പ്രദേശവുമല്ലയോ. മനസ്സോടെയാണെങ്കിലും മനസ്സില്ലാതെയാണെങ്കിലും നമുക്ക് ഒരേ ഒരു കർമ്മമേ ഉള്ളൂ. എന്താ കർമ്മം? ഹരിനാമം ഉച്ചരിക്കുക എന്നുള്ളത്. ഒരേ ഒരു കർമ്മമേ നമുക്കുള്ളൂ. ബാക്കിയൊന്നും കർമ്മങ്ങളല്ല, അതിനു വേണ്ടിയിട്ടുള്ള സാഹസങ്ങളാണ്. ഭക്തിയുത സേവനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാഹസങ്ങളാണ് മറ്റുള്ള ജോലികൾ എന്ന് പറയുന്നത്. അപ്പൊ ആ സാഹസങ്ങൾ കാട്ടിയിട്ട് ഭക്തിയുത സേവനത്തിന് നമ്മൾ ഒരിക്കലും പാത്രീഭവിക്കാതെ വന്നു കഴിഞ്ഞാൽ, ഭാഗവതം പ്രഥമസ്കന്ധം പറയുന്നത് പോലെ, ഭഗവാന്റെ നാമം കേട്ടില്ലെങ്കിൽ ആ ചെവി വെറും പാമ്പിൻ മാളങ്ങൾ എന്ന പോലെ, ഭഗവാന്റെ നാമം ഉരുവിടാത്ത നാവ് തവളയുടെ നാവ് എന്ന് പറയുന്നത് പോലെ, നമ്മൾ ചെയ്യുന്ന ജോലിയും കഴുതയുടെ ജോലിയെ പോലെ ആയിത്തീരും എന്നർത്ഥം. ജീവിതത്തിന് ഒരു ഉദ്ദേശശുദ്ധി ഉണ്ടായിരിക്കണം. ആ ഉദ്ദേശം കുടുംബമാണെങ്കിൽ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് ശുദ്ധമായ ഉദ്ദേശം, അതാണ് ഉദ്ദേശശുദ്ധി. വെറുതെ ഒന്നല്ല, നല്ല മലയാളത്തോടുകൂടി പൂർവികന്മാർ നമുക്ക് ഇത്തരം പദങ്ങൾ പ്രയോഗിച്ചു തന്നത്. ഉദ്ദേശം കുടുംബത്തെ സംരക്ഷിക്കുക, കുടുംബത്തെ പോറ്റുക എന്നുള്ളതാണെങ്കിൽ, ഉദ്ദേശശുദ്ധി ഏതാ? ഭഗവാന് സേവനം ചെയ്യുക എന്നുള്ളതാണ്. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശശുദ്ധി. ആ ശുദ്ധിയിൽ കണ്ടമിനേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും ഫിൽട്ടറിങ് ചെയ്യേണ്ടി വരും, പ്രോസസ്സിങ് ശുദ്ധീകരിക്കേണ്ടതായിട്ട് വരും. ഒരു വണ്ടി റോഡിൽ കൂടി ഓടണമെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും ടെസ്റ്റുകളും ചെയ്യേണ്ടി വരും. അതിലൊന്നാണ് ഏതാ? എന്ത് ടെസ്റ്റ്? എന്ത് ടെസ്റ്റ്? എന്തോ ഒരു വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത്. എന്തോ അതിലൊന്നാണ് പൊല്യൂഷൻ ടെസ്റ്റ്, പുക പൊല്യൂഷൻ ടെസ്റ്റ്. അപ്പം അത് അവരുടെ
ആ റേഞ്ചിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറയും? പോയി വീണ്ടും റെഡിയാക്കിയിട്ട് വരാൻ പറയും. ഇല്ലേ? ആണോ? അല്ലേ? ആണോ? അതെ 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 പ്രഭു. അതുപോലെയാണ് നമ്മൾ ശുദ്ധമായില്ലെങ്കിൽ വീണ്ടും ശുദ്ധമാകുന്നത് വരെ നമ്മൾ ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും പുനരഭിജനനം പുനരഭിമരണം വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും ശാസ്ത്രീയമായ വശങ്ങളാണ് മന്ത്രം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മന്ത്രത്തിന്റെ അർത്ഥം എന്താണ്. മന്ത്രം, അതും കലിയുഗത്തിലെ പ്രിസ്ക്രൈബ്ഡ് മന്ത്രം, ഹരേ കൃഷ്ണ മഹാമന്ത്രം, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അതുപോലെ തന്നെ പുണ്യനദികളിൽ സ്നാനം ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും പുണ്യനദികളിൽ സ്നാനം ചെയ്യാൻ എല്ലാ ദിവസവും സാധിക്കാത്തപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നേ? എന്ത് ചെയ്യും? കുളിക്കുന്ന ജലത്തില് ഗംഗാസ്തോത്രം കുളിക്കുന്ന ജലത്തെ നമ്മൾ തീർത്ഥമാക്കിയെടുക്കും എന്നർത്ഥം, ആചമനം ചെയ്യുമ്പോൾ. അപ്പൊ നമ്മള് വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും പുണ്യനദികളിലാണ് സ്നാനം ചെയ്യുന്നത്. അതിനെ അതിൻ്റെതായ രീതിയിൽ വിധിപ്രകാരം നമ്മൾ തീർത്ഥമാക്കിയെടുക്കുന്നു. ഗംഗേ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദാ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്ന മഹാമന്ത്രത്തോടു കൂടി അതിനെ തീർത്ഥസ്നാനമാക്കിയെടുക്കും, തീർത്ഥജലമാക്കിയെടുക്കും. ഇതെല്ലാം ഭാഗ്യം ചെയ്തവരാണ് നമ്മൾ. അതുകൊണ്ടാണ് ഈ ഭാരതത്തിന്റെ ആത്മീയതയെ തേടി ലോകത്തിലെ നല്ല നാനാഭാഗത്തുമുള്ള ആൾക്കാർ ഇവിടെ വരുന്നത്. വേറെ എവിടെയെങ്കിലും പോകുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എന്നിട്ടും നമ്മൾ അയ്യോ ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചു പോയല്ലോ, ഈ മണ്ണിൽ ജനിച്ചു പോയല്ലോ എന്ന് നമ്മൾ പഴിചാരും. ഇല്ലേ? അങ്ങനല്ലേ? അതെ 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 അതെ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറ്റം പറയാൻ പറ്റത്തില്ല. ഞാനും എല്ലാം ചെയ്യുന്നത് അങ്ങനെ. എന്തുകൊണ്ട്? നമുക്ക് ഈ ശാസ്ത്രത്തെ അറിയാൻ വയ്യാത്തത് കൊണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വൈകിയ വേളയിലാണെങ്കിലും ഈ ശാസ്ത്രം നമ്മൾ കൃത്യമായി പഠിക്കണം, അടുത്ത ജന്മമെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന ഒരു ഉദ്ദേശശുദ്ധി നമുക്ക് വേണം എന്ന് പറയുന്നത്. അപ്പോഴാണ് ശുദ്ധ ഭക്തിയുത സേവനം, ശുദ്ധമായ ഭക്തിയുത സേവനത്തിലൂടെ മുന്നോട്ട് പോകുന്നതോട്. ശ്രീമദ് മഹാഭാഗവതം തൃതീയ സ്കന്ധം 15-ാമത്തെ അധ്യായം ഒന്ന് എടുത്താട്ട്. വളരെ ശ്രേഷ്ഠമായൊരു ശ്ലോകം. ഭഗവാൻ എന്ത് ആണ് അർപ്പിക്കേണ്ടത്, ഏത് പുഷ്പമാണ് അർപ്പിക്കേണ്ടത്, ഏതാണ് ഭഗവാൻ ഇഷ്ടം? ശ്രീമദ് മഹാഭാഗവതം 3-ാമത്തെ സ്കന്ധം 15-ാമത്തെ അധ്യായം 19-ാമത്തെ ശ്ലോകം എടുത്താട്ട്. മന്ദാര കുന്ദ കുരവോത്പല ചമ്പകാർണ. എടുത്തോ? പ്രഭു. വായിച്ചോട്ടെ. കൃഷ്ണ. മന്ദാരകും ഫലചമ്പകാർണ പുണ്യാഗനാകബകുളാംബുജ പാരിജാതാഃ ഗന്ധേർച്ചിതേ തുളസികാഭരണേന തസ്യ യസ്മിൻ തപസ്സു മനസോ ബഹുമാനയന്തി. ഹരേ കൃഷ്ണ. ശബ്ദാർത്ഥം വായിച്ചോട്ടെ. ശബ്ദാർത്ഥം വിവർത്തനം. അതെ, ഇതിനകത്ത് ഗുരുവായൂർ എഡിഷന്റെ ബുക്ക് പ്രഭു. വളരെ ദയവായിട്ട് അർദ്ധസഹിതമുള്ള പ്രഭുപാദരുടെ ഭാഗവതം എടുത്തു വെക്കാൻ ശ്രമിക്കുക. അപ്പം ആർക്കെങ്കിലും വായിക്കാൻ പറ്റുമോ? താങ്ക് യു മാതാജി. ശ്ലോകം നല്ല സുന്ദരമായിട്ട് വായിച്ചു. ഇംഗ്ലീഷ് വായിക്കട്ടെ? ഇംഗ്ലീഷ് വായിച്ചുള്ള ട്രാൻസ്ലേഷൻ. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ Although flowering plants like the Mandara, Kunda, Kurabagha, Ulpala, Chambaga, Arna, Punnaga, Nagakeshara, Bakula, Lily, and Parijada are full of transcendental fragrance. They are still conscious of austerities,
performed by Tulasi, for Tulasi is given special preference by ആ the Lord, who garlands himself with the Tulasi leaves. Hare Krishna. ആ ഹരേ കൃഷ്ണ. ഓ ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എടുക്കാമോ മലയാളം? എടുത്തിട്ടുണ്ടോ? എന്ത് പറ്റി? പ്രഭു അധ്യായം 15 ശ്ലോകം എത്ര? ശ്ലോകം 19. ഹരേ കൃഷ്ണ. വായിച്ചോട്ടെ, വിവർത്തനം. എടുത്തോളൂ. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. മന്ദാരം, കുന്തളം, കുരബകം, ഉൽപ്പലം, ചമ്പകം, അരളി, പുന്നാകം, സർപ്പഗന്ധി, ബകുളം, താമര, പാരിജാതം എന്നീ പൂച്ചെടികളെല്ലാം പൂർണ്ണ അതീന്ദ്രിയ സുഗന്ധികളാണെങ്കിലും അവയെല്ലാം തുളസി അനുഷ്ഠിക്കുന്ന തപസ്സിനെ പറ്റി അവബോധമുള്ളവയാണ്. എന്തുകൊണ്ടെന്നാൽ തുളസീദളങ്ങളാൽ സ്വയം ഹാരമണിയുന്ന ഭഗവാൻ തുളസിക്ക് പ്രത്യേക മുൻഗണന കൊടുക്കുന്നു. ഹരേ കൃഷ്ണ. എന്തുകൊണ്ടെന്നാ തുളസീദളങ്ങളാൽ സ്വയം ഹാരമണിയുന്ന ഭഗവാൻ, സ്വയം ഹാരമണിയുന്ന ഭഗവാൻ തുളസിക്ക് പ്രത്യേക മുൻഗണന കൊടുക്കുന്നു. നമ്മൾ വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ തുളസി ദളം അല്ലെങ്കിൽ തുളസി കൊണ്ടുള്ള മാലയാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. അംബരീഷ മഹാരാജാവിന്റെ സ്തോത്രത്തിലും നമ്മൾ പഠിച്ചു, ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് ആ തുളസീദളം മണക്കാനുള്ള അവസരം, ഭാഗ്യം നമുക്ക് എപ്പോഴും 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 ഉണ്ടാകണം. അല്ലേ? അങ്ങനല്ലേ? ഓരോ സസ്യങ്ങൾക്കും ഓരോ പ്രത്യേകതയുണ്ട്. അവരും പൂർവജന്മങ്ങളുടെ ഫലമായിട്ട് ആണ് ഈ ശ്രേഷ്ഠമായ ജന്മത്തിലേക്ക് വരുന്നത്. വൃന്ദാവനത്തിൽ ഉണ്ടാകുന്ന വൃക്ഷങ്ങളും മറ്റ് വൃന്ദാവനത്തിന് പുറത്തുണ്ടാകുന്ന വൃക്ഷങ്ങൾക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? കോൺഷ്യസ്നെസ്. കോൺഷ്യസ്നെസ്സിന് വ്യത്യാസമുണ്ട്. അവർക്ക് അടുത്ത ജന്മം വളരെ ശ്രേഷ്ഠമായ ജന്മം കിട്ടാനുള്ള അവസരമാണ്. അതിന്റെ പ്രത്യക്ഷ ഉദാഹരണം ഏതാ? പ്രത്യക്ഷ ഉദാഹരണം കുബേരാത്മകൗജബദ്ധമുത്തൈവ യദുവ ത്വയാമോചിതൗ ഭക്തി ഭജൗ കൃതൗ ച. തഥാ പ്രേമ ഭക്തിം സ്വകാമീം പ്രയച്ഛ നമോക്ഷേ ഗ്രഹോ മേസ്തി ദാമോദരേഹ. അവിടുത്തെ വൃക്ഷങ്ങൾക്ക് ഭഗവാന്റെ സ്പർശനം കിട്ടാനുള്ള ഭാഗ്യമുണ്ട് എന്നർത്ഥം, അല്ലേ? അപ്പോൾ ഓരോ ജന്മത്തിനും, ഓരോ ജീവികളുടെ ജന്മത്തിനും അതിൻ്റെതായ കണക്കും കാര്യങ്ങളുമുണ്ട്. ആ സ്ഥലം, അവർ ജനിക്കുന്ന സ്ഥലം ഒക്കെ വളരെ ശ്രേഷ്ഠമാണ്, പ്രാധാന്യമുണ്ട്, പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇദംപ്രഥമമായി നമ്മൾ ആദ്യമേ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ ഭാരതത്തിലാണ് ജനിച്ചത് എന്നുള്ളത്. ഈ ഭാരതത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യേണ്ടത് ഭക്തിയുത സേവനത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെ ജനിപ്പിച്ചത് എന്നുള്ളത്. ഈ ഒരു കോൺഷ്യസ് ആണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത്. ഈ ഒരു കോൺഷ്യസ് ആണ് നമുക്ക് നമ്മുടെ അടുത്ത ജനറേഷന് പറഞ്ഞു കൊടുക്കേണ്ടതും. അപ്പോൾ ഭാവാർത്ഥം പോകാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചോട്ടെ. ഭാവാർത്ഥം. ശ്രീലപ്രഭാവർത്തം. തുളസി ദളങ്ങളുടെ പ്രാധാന്യം ഇവിടെ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുന്നു. തുളസി ചെടികൾക്കും തുളസി ദളങ്ങൾക്കും ഭക്തിയുത സേവനത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. ഭക്തന്മാർ ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ നാസ്തികനായ ഒരു സ്വാമി അഭിപ്രായപ്പെട്ടു, തുളസി ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ട് എന്ത് പ്രയോജനം? കത്തിരി ചെടിക്ക് വെള്ളം ഒഴിച്ചാൽ കുറെ കത്തിരിക്കയെങ്കിലും കിട്ടും. തുളസിക്ക് നനച്ചിട്ട് എന്തു കിട്ടാൻ? കൃഷ്ണാബോധം പരിചയമില്ലാത്ത ഇത്തരം വിഡ്ഢികൾ ചിലപ്പോൾ അവരുടെ
അറിവ് കൊണ്ട് ജനങ്ങളുടെ ബോധത്തെ താറുമാറാക്കും. ആ ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ആധ്യാത്മിക ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ ഭക്തന്മാർക്ക് അന്യോന്യം അസൂയയില്ലെന്നുള്ളതാണ്. തുളസിയുടെ മാഹാത്മ്യത്തിൽ അവബോധമുള്ള പുഷ്പങ്ങളുടെ കാര്യത്തിൽ പോലും ഇത് ശരിയാണ്. പുഷ്പങ്ങൾക്കും പക്ഷികൾക്കും പോലും ഭഗവാന് വേണ്ടിയുള്ള സേവനത്തെ പറ്റി അവബോധമുള്ള ആ വൈകുണ്ഠ ലോകത്തിൽ 4 കുമാരന്മാരും പ്രവേശിച്ചു. ഹരേ കൃഷ്ണ. ജയമാർക്ക് ഹാവോ കൊടുത്തു. എന്നിട്ട് അതൊട്ട് കീർന്ന വർണ്ണനയാണ്. അത് അവിടെ നിൽക്കട്ടെ. അപ്പം പലരും പല രീതിയിലും നമ്മളെ ഉപദേശിക്കും. ഭയങ്കര അറിവോടുകൂടിയാണ് ഉപദേശിക്കുന്നത്. 99.9999% വരെ 916 സ്വർണ്ണാഭരണങ്ങൾ പോലെ പൊള്യൂറ്റഡ് അഡ്വൈസ് ആയിരിക്കും. അത് അവരുടെ അറിവ് കൊണ്ട്, അവരുടെ അറിവ് വിളമ്പാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും. ഒരു അസുഖം വന്നാൽ പോലും അവരങ്ങ് ഡോക്ടറാകും. ഇന്ന ഡോക്ടറെ പോയി കണ്ടാൽ മതി കേട്ടോ, ഇന്ന മരുന്ന് കഴിച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഡോക്ടറെ ഒന്നും കാണേണ്ട ആവശ്യമില്ല, ഈ മരുന്ന് നിങ്ങൾ അങ്ങോട്ട് വാങ്ങിച്ച് കഴിച്ചാട്ടെ, പെട്ടെന്ന് അസുഖങ്ങൾ മാറും. ശരിയോ തെറ്റോ? ഇനി ഒരു കൂട്ടർക്ക് അസുഖങ്ങൾ വന്നാൽ, ഹരേ കൃഷ്ണ പറഞ്ഞോളൂ. മണ്ടത്തരം. ഇനി ഒരു കൂട്ടർക്ക് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഒക്കെ അവർ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യും ഒക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10-100 പേരോട് ഭയങ്കര ഉപദേശങ്ങളാണ്. ഇല്ലേ? ശരിയല്ലേ? എന്നിട്ട് അവരങ്ങ് ഡോക്ടറാകും. ഇല്ലേ? ശരിയാണോ? അല്ലേ? ശരിയാണ്. അപ്പോൾ അവരുടെ റെസ്ട്രിക്റ്റഡ് ബ്രെയിനിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അവർക്ക്, ചുരുക്കം പറഞ്ഞാൽ അവർക്ക് അനുഭവവേദ്യമായ രീതിയിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ ഉപദേശങ്ങളെല്ലാം. അപ്പോൾ അറിവില്ലാത്തൊരു മനുഷ്യൻ, അപ്പോൾ ഈ മരുന്ന് പറഞ്ഞു തരുന്നൊക്കെ തെറ്റാ. അദ്ദേഹത്തിന് വന്ന ജലദോഷമാണെങ്കിൽ പോലും അദ്ദേഹത്തിന് വന്ന രീതിയും നമുക്ക് വന്ന രീതിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാകാം. അപ്പം അതിനാണ് ഡോക്ടർ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഉപദേശങ്ങളെല്ലാം റിലേറ്റഡ് ട്രൂത്താണ്. കള്ളമൊന്നും പറയുന്നില്ല, പക്ഷെ റിലേറ്റഡ് ട്രൂത്താണ്. അപ്പോൾ സത്യം 2 രീതിയിൽ, ഒന്ന് അൾട്ടിമേറ്റഡ് ട്രൂത്ത്, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അൾട്ടിമേറ്റഡ് ട്രൂത്ത്, 2 റിലേറ്റഡ് ട്രൂത്ത്. പരമമായ സത്യം, ഒന്ന് ആപേക്ഷികമായ സത്യം. അപ്പം ആപേക്ഷികമായ സത്യങ്ങൾ പറയുന്നതിനോടാണ് ജനങ്ങൾക്ക് കൂടുതലും താല്പര്യം. അത് കേൾക്കുന്നതിനോടാണ് ജനങ്ങൾക്ക് കൂടുതൽ താല്പര്യം. അൾട്ടിമേറ്റായ ആ ധർമ്മം എന്താണ്, സത്യം എന്താണെന്ന് അറിയുന്നത് വരെ നമ്മളിങ്ങനെ മരുന്നുകൾ മാറി മാറി ഉപയോഗിച്ചു കൊണ്ടേയിരിക്കും. അതിനനുസരിച്ചിട്ട് അതിൻ്റെ റിയാക്ഷൻ, എല്ലാത്തിനും, എല്ലാ കർമ്മങ്ങൾക്കും റിയാക്ഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ റിയാക്ഷൻ എന്നുള്ളത് പദത്തിനുകൊണ്ട് നമ്മൾ കൂടുതൽ അടുപ്പമുണ്ടെങ്കിലും മാനസികമായിട്ടുള്ളൊരു അടുപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് മരുന്ന് കഴിച്ചതിന് റിയാക്ഷൻ ആയിപ്പോയി. ഇല്ലേ? ശരിയല്ലേ? ആണോ? അല്ലേ? മരുന്ന് കഴിച്ചു പോയി, അതിൻ്റെ റിയാക്ഷൻ ആയിപ്പോയി. നമ്മൾ അറിയുന്നില്ല കർമ്മം അതിൻ്റെ പ്രതികർമ്മം എന്നുള്ളത്, അല്ലെ? പ്രവർത്തനം, പ്രതിപ്രവർത്തനം, റിയാക്ഷൻ. ആ പ്രതിപ്രവർത്തനങ്ങളെല്ലാം നമുക്ക് അനുകൂലമായി വരണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ഭഗവാന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, പത്രം പുഷ്പം ഫലം തോയം യോമ്യഭക്യ പ്രയച്ഛതി തദഹം ബാക്കി പറഞ്ഞാട്ട്. ഈ ശ്ലോകങ്ങളൊന്നും വിട്ടുപോകരുത്. ഇതെല്ലാം കൂട്ടത്തോടെ ഓർമ്മയിരിക്കണം. ഭക്തിയുപഹൃതം അശ്നാമി പ്രയതാത്മനഃ. എല്ലാം കാണാതെ പഠിക്കണമെന്ന് പറയുന്നില്ല. പക്ഷേ എപ്പോഴും മനസ്സിൽ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കാണാതെ പഠിച്ച് തന്നെ വച്ചിരിക്കണം. ഒരു പുഷ്പം കിട്ടിക്കഴിഞ്ഞാൽ അതുടനെ നമ്മുടെ തലയിൽ വെക്കാനുള്ളതല്ല, അത് ഭഗവാന് സമർപ്പിക്കാനുള്ളതാണ്. ഭഗവാന് സമർപ്പിച്ചതെടുത്ത് നമുക്ക് തലയിൽ ചൂടാം. ഭഗവാന്റെ അടുത്ത് ഭക്തിയോട്, സ്നേഹത്തോടെ, ഇത്തിരി വെള്ളമാണെങ്കിലും, ഇത്തിരി ജലം, ഇത്തിരി കായവർഗ്ഗങ്ങളാണെങ്കിലും, ഇലവർഗ്ഗങ്ങളാണെങ്കിലും, പുഷ്പവർഗ്ഗങ്ങളാണെങ്കിലും ഞാനത് തീർച്ചയായിട്ടും സ്വീകരിക്കും. അപ്പോൾ ആ ഇലവർഗ്ഗങ്ങളിൽ ശ്രേഷ്ഠത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പുഷ്പങ്ങളിൽ ശ്രേഷ്ഠത എന്ന് പറയുന്നത്
തുളസിക്കാണ്. അതിനും ഒരു കഥയുണ്ട്. എന്തായാലും അതിന് പോകുന്നതിന് മുമ്പായിട്ട് അപ്പം ശ്രീമദ് ഭാഗവതം വീണ്ടും 5-ാമത്തെ സ്കന്ധം 3-ാമത്തെ അധ്യായം 6-ാമത്തെ ശ്ലോകം എടുത്താട്ട്. പാരിജാനുരാഗ വിരാജിത ശബല സംശബ്ദ സലിലസിത കിശലയാ തുളസികാ ദുർവാങ്കുരൈർ. എടുത്തോ? 5-ാമത്തെ സ്കന്ധം 3-ാമത്തെ അധ്യായം 6-ാമത്തെ ശ്ലോകം. അഭിസംവൃതായ തപര്യായ കിര പ്രണാമ പരിതുഷ്യസിവം പറഞ്ഞു വരുന്നത് എടുക്കുമ്പോ പറയണേ. എടുത്തു പറഞ്ഞു. വായിച്ചാട്ടെ. അനുരാഗ വിരാജിത സബ്ല സംശബ്ദ സലീലസ്ഥിത കിശലയ തുളസിക ദുർവാഗുണൈർ അഭി സംപ്രത്യ സബരയാ അഖില പരമാ പരിതുഷ്യസി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്റെ ട്രാൻസ്ലേഷൻ. ഹരേ കൃഷ്ണ പ്രഭു. വായിച്ചോട്ടെ. ശ്രീല പ്രഭു. അല്ലേ പരമോന്നതനായ ഭഗവാനെ, എല്ലാ അർത്ഥങ്ങളിലും അങ്ങ് പൂർണ്ണനാണ്. അങ്ങയുടെ ഭക്തന്മാർ ഭക്തിന്മാദത്താൽ പതറിയ ശബ്ദത്തിൽ പ്രാർത്ഥനകളും തുളസീദളങ്ങളും ജലവും പുതിയ ഇലകളും നവതൃണങ്ങളും സമർപ്പിക്കുമ്പോൾ അങ്ങ് തീർച്ചയായും സംതൃപ്തരാകുന്നു. ഇത് നിശ്ചയമായും ഭഗവാനെ അങ്ങയെ സന്തോഷിപ്പിക്കുന്നു. അപ്പൊ നമ്മള് ഭഗവാന് തുളസി ദളം അർപ്പിക്കുക, തുളസി കൊണ്ടുള്ള മാല കെട്ടിക്കൊടുക്കുക എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും? ഭഗവാന് തീർച്ചയായിട്ടും സന്തോഷമുണ്ടായിരിക്കുന്നതാണ്. എന്റെ ഭാവാർത്ഥം ഒന്ന് വായിച്ചോട്ടെ. ഹരേ കൃഷ്ണ. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ സംതൃപ്തനാക്കാൻ ഒരുവന് ധാരാളം സമ്പത്തോ ഉന്നത വിദ്യാഭ്യാസമോ ഐശ്വര്യ സമൃദ്ധിയോ ഒന്നും ആവശ്യമില്ല. ഒരുവൻ സ്നേഹത്തിലും ഉന്മത്ത ഭക്തിയിലും പൂർണ്ണമായി മുഴുകുന്ന പക്ഷം അവൻ ഒരു പുഷ്പമോ അല്പം ജലമോ സമർപ്പിച്ചാൽ മതിയാകും. ഭഗവത്ഗീതയിൽ പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ പത്രം, പുഷ്പം, ഫലം, തോയം യോമേ ഭക്ത്യ പ്രയച്ഛതി. ഒരുവൻ ഭക്തിയോടും ഒരിലയോ പുഷ്പമോ ഫലമോ അല്പം ജലമോ സമർപ്പിച്ചാലും ഞാനത് സ്വീകരിക്കും. ഭഗവത്ഗീത 9:26 പരമോന്നതനായ ഭഗവാനെ ഭക്തിയുത സേവനത്തിലൂടെ മാത്രമേ പ്രീതിപ്പെടുത്താൻ കഴിയൂ. അതിനാൽ ഭക്തിയിലൂടെ അല്ലാതെ മറ്റൊന്നിലൂടെയും ഭഗവാനെ സന്തോഷിപ്പിക്കാൻ സാധ്യമല്ലെന്ന് ഇവിടെ ഊന്നി പറയുന്നു. ഗൗതമീയ മന്ത്രത്തെ ഹരിഭക്തി വിലാസത്തെ ഉദ്ധരിച്ച് പറയുന്നു. തുളസീദല മാത്രേണ ജലസ്യ ചുലുകേന വിക്രീണിതേ സ്വയം ആത്മാനം ഭക്തേഭ്യ ഭക്തവത്സലഃ. ഭക്തവത്സലനായ ശ്രീകൃഷ്ണ ഭഗവാൻ വെറുമൊരു തുളസിയിലെയോ ഒരു കൈക്കുമ്പിൾ ജലമോ തനിക്ക് സമർപ്പിക്കുന്നവർക്ക് തന്നെ നൽകുന്നു. പരമോന്നതനായ ഭഗവാൻ തന്റെ ഭക്തന്മാരിൽ യാതൊരു കാരണവുമില്ലാതെ കാരുണ്യം ചൊരിയുന്നവനാകയാൽ ദരിദ്രനായവന് പോലും അപ്രകാരം ഒരു കൈക്കുമ്പിൾ ജലമോ ഒരു പുഷ്പമോ ഭക്തിപൂർവ്വം അർപ്പിച്ച് അദ്ദേഹത്തെ സംതൃപ്തനാക്കാം. സ്വന്തം ഭക്തന്മാരോടുള്ള അദ്ദേഹത്തിന്റെ വാത്സല്യപൂർണമായ ഇടപെടൽ നിമിത്തമാണിത്. ഹരേ കൃഷ്ണ. ഭഗവാൻ എത്ര കാരുണ്യവാനാണ്. അതുകൊണ്ടാണ് നമ്മൾ നിവേദ്യം സമർപ്പിക്കുമ്പോൾ പോലും ആ നിവേദ്യത്തിന് ഒരു പക്ഷേ നമ്മുടെ കോൺഷ്യസ് പല രീതിയിലായിരിക്കാം ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ശ്രദ്ധയോടെ ആയിരിക്കത്തില്ല. അതിനെല്ലാം പ്യൂരിഫൈ ചെയ്യാനുള്ള ആ ഒരു കഴിവ് തുളസി ദളത്തിനുണ്ടായത് കൊണ്ടാണ് നമ്മൾ ആ ഒരു സ്റ്റാമ്പ് ആ നിവേദ്യത്തിന് കൊടുക്കുന്നത്. നമ്മൾ ചെയ്യുമ്പം ഭഗവാന്റെ നിവേദ്യത്തിന് മുകളിൽ നമ്മൾ ഒരു തുളസി ദളവും കൂടെ സമർപ്പിക്കും. എല്ലാ തെറ്റുകളും പുറത്ത്, എല്ലാ അൺകോൺഷ്യസും പുറത്ത്
ഈ നിവേദ്യം അവിടുന്ന് സ്വീകരിക്കണം കൃഷ്ണ എന്ന് പറഞ്ഞ് ഭഗവാന് താല്പര്യപ്പെട്ട, ഭഗവാന് ഇഷ്ടമുള്ള ഇന്ദ്രൻ എങ്ങനെയാണോ ഭഗവാന്റെ മുന്നിൽ പശുവിനെയും സുരഭി പശുവിനെയും നിർത്തിപ്പോയത് നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം, അവിടെ ഒരു ഗുരു ആക്റ്റീവായി, ഇൻചാർജായി, ഗുരു ഇൻചാർജ് വന്നു. പ്രകാരം നമ്മളും ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം നമ്മളിത് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? ഭഗവാന്റെ മുന്നിൽ നമ്മൾ നിവേദ്യം സമർപ്പിക്കുന്നു. ഗുരുവിനറിയാം അർപ്പിക്കുന്ന നിവേദ്യങ്ങൾ പലതരത്തിലും പൊള്യൂറ്റഡ് മൈൻഡോട് കൂടി, അതായത് അശ്രദ്ധമായി ചെയ്യുന്നത് പോലും പൊള്യൂറ്റഡ് മൈൻഡ് എന്ന് പറയാം. 1 പോയിന്റ് അറ്റൻഷൻ, ഏകാഗ്രമായ ഭക്തിയോടെ ആണ്, ജാഗ്രതയോടെ വേണം ഈ കാര്യങ്ങൾ നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ. പക്ഷെ ഗുരുവിനറിയാം ഇതെല്ലാം പാളിച്ചകൾ ഉണ്ടാകുമെന്നുള്ളത്. അപ്പോൾ ഗുരു പറയും, നിങ്ങൾ നിവേദ്യം സമർപ്പിക്കുമ്പോൾ ഒരു തുളസി ദളം കൂടെ ഒന്ന് വെച്ചാട്ട എന്ന് പറയും അതിൻ്റെ പുറത്ത്. അതോടുകൂടി ഭഗവാൻ ഇഷ്ടപ്പെട്ടത് കാണുമ്പോൾ ഭഗവാൻ ഇതെല്ലാം നമ്മൾ അനുകമ്പയോടെ സ്വീകരിക്കും എന്ന് അർത്ഥം. അത് നമുക്ക് ഒരു ശ്ലോകം കൂടെ നോക്കിയിട്ട്, അപ്പം മഹാപ്രഭു പറയുന്നൊന്നും കൂടെ നോക്കിയിട്ട് നമുക്ക്, എവിടെ തുളസി ഉണ്ടോ അവിടെ വൃന്ദാവനമായിട്ട് മാറുമെന്നർത്ഥം. അത്ര ഇഷ്ടമാണ് ഭഗവാൻ. അപ്പം നമ്മുടെ ഓരോ ഗൃഹങ്ങളിലും നമ്മൾ തുളസി റാണിയെ പരിചരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ അതിന് ആവശ്യമാണ് എന്നർത്ഥം. ചൈതന്യ ചരിതാമൃതം 15:51 അന്ത്യലീലയെ പറയുന്നു, ബാഹും പ്രിയാം സൗഭദായ ഗൃഹീത പത്മോ രാമാനുജാസ്തുളസീകലീകുലൈർമദന മദാന്തേ ആവ്യമ്യാന ഇഹ വസ്ത്രവത്ത പ്രണാമം കിം വാഭിനാദി ചരണം പ്രണായാവലോകൈഹി. മഹാപ്രഭു പറയുന്നതാണ്, ഓ മരങ്ങളെ, ഞങ്ങളോട് പറയൂ, ബലരാമന്റെ ഇളയ സഹോദരൻ കൃഷ്ണൻ ഈ വഴി കടന്നു പോകുമ്പോൾ നിങ്ങളുടെ സ്നേഹപൂർണമായ പ്രണാമങ്ങളെ ഭഗവാൻ കണ്ടുപോ, ഭഗവാൻ അനുഗ്രഹിച്ചു. ഭഗവാൻ എങ്ങനെയാണ്? ഒരു കൈ ശ്രീമതി രാധാറാണിയുടെ തോളിൽ വിശ്രമിക്കുന്നു, മറുവശത്ത് ഒരു താമരപ്പൂ പിടിക്കുന്നു, തുടർന്ന് ആ തുളസീതളങ്ങളുടെ ഗന്ധത്താൽ തേനീച്ചകൾ ഭ്രാന്തമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും. അങ്ങനെയുള്ള ആ ചുറ്റുപാടുകളോടുകൂടിയാണ് ഭഗവാൻ സഞ്ചരിക്കുന്നത് എന്ന് അർത്ഥം. അപ്പൊ നമ്മളൊരു പക്ഷെ വിചാരിക്കും തുളസിക്ക് എന്ത് മണമാണെന്നുള്ളത്. നമ്മൾ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ ആ മണത്തിനെ ആകർഷിച്ച് അവിടെ തേനീച്ചകൾ വന്നിരിക്കുന്നത് കാണാൻ പറ്റും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മറ്റ് പുഷ്പങ്ങൾ നമ്മൾ ഈസിയായിട്ട് കാണും, പക്ഷെ തുളസി ദളത്തിൽ നമ്മൾ സൂക്ഷിച്ചു നോക്കണം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ തേനീച്ചകൾ വന്നിരിക്കുന്നതും ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് മാറുന്നതും ആ മണം സ്വീകരിക്കുന്നതെല്ലാം നമുക്ക് കാണാൻ പറ്റും. ആ തുളസി മഹാത്മ്യത്തിൽ പറയുന്നു, വൃന്ദാവനത്തിൽ ഭഗവാൻ ഗോപന്മാരുമൊത്ത് പശുക്കുട്ടികളെ മേയ്ക്കാൻ പോകുമ്പോൾ രാധാറാണി എന്നും വന്ന ആ ജനലിൽ വന്ന് നിൽക്കും, കൃഷ്ണനെ ഒന്ന് കാണാൻ. ആ കൃഷ്ണനെ കണ്ട് നിർവൃതിയായി രാധാറാണി നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ രാധാറാണിക്ക് കരച്ചിലും ഉണ്ടാകും. എന്തുകൊണ്ട് കരച്ചിലുണ്ടാകുന്നു? ഞാൻ എല്ലാ ദിവസവും ഇവിടെ വന്നിരിക്കുന്നു, പക്ഷേ കൃഷ്ണൻ എന്നെ ഒന്ന് നോക്കുന്നത് പോലുമില്ലല്ലോ. തീർച്ചയായിട്ടും കൃഷ്ണൻ മനഃപൂർവ്വമായിരിക്കും, എന്നെ ഇഷ്ടമില്ലായിരിക്കും, അല്ലെങ്കിൽ ഇതുവരെ നേരെ നോക്കി നടന്നു വന്ന കൃഷ്ണൻ എൻ്റെ വീടിൻ്റെ മുന്നിൽ വെച്ച് വരുമ്പോൾ മാത്രം എന്തുകൊണ്ട് നേരെ മുഖം തിരിച്ച് മറുവശത്തേക്ക് നോക്കുന്നു എന്ന് രാധാറാണി വളരെ വിഷമത്തോടെ ചിന്തിക്കും. ആ കണ്ണുനീർ ധാരധാരയായിട്ടൊഴുകി
വീഴുമ്പോൾ അത് കണ്ടിട്ട് സഖിമാർക്ക് കൂടി വിഷമം വന്നു. അങ്ങനെ സഖിമാര് വന്ന് രാധാറാണിയോട് ചോദിക്കും, ഓ ഭവതി, രാധാറാണി അത്രയ്ക്കും ഇഷ്ടമാണോ കൃഷ്ണനെ? രാധാറാണിക്ക് കരച്ചിലല്ലാതെ മറ്റൊരു മറുപടിയുമില്ല. പറയും, ഒരു ഉപായമുണ്ട് ഭവതി, ഞങ്ങളത് പറഞ്ഞു തരാം. ഭഗവാന് പ്രത്യേകം രാധാറാണിയോട് ഇഷ്ടം വരും എന്ന് പറയും. എന്താണ് ചെയ്യേണ്ടത് എന്ന് രാധാറാണി കണ്ണുനീരെല്ലാം തുടച്ച് വളരെ വ്യഗ്രതയോടെ, ഇവിടെയാണ് നമുക്ക് ഭക്തിയുത സേവനത്തിൽ ആദ്യം വേണ്ടത്. ഒന്ന്, വ്യഗ്രത. ധൃതി. ധൃതി എന്ന് പറഞ്ഞാൽ ആവേശം, ധൃതം. നമ്മൾ എല്ലാത്തിനും ഭക്തിയുത സേവനത്തിന് ചെയ്യുന്ന ഒരു ആവേശത്തോടെ ആയിരിക്കണം, ഒരു വ്യഗ്രതയോടെ ആയിരിക്കണം. എല്ലാം മറന്ന് രാധാറാണിയുടെ കണ്ണുകളും തിളങ്ങി. പറഞ്ഞു തരൂ. തുളസി സേവനം. തുളസി സേവനം ചെയ്യാൻ പറയും. ആ തുളസി സേവനത്തിൽ രാധാറാണി തീർച്ചയായിട്ടും ഭഗവാൻ റാണിയുടെ മുന്നിൽ വരും, യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞു. ആ നിമിഷം മുതൽ രാധാറാണി തുളസി സേവനം ചെയ്യാൻ തുടങ്ങുകയും അവസാനം പ്രത്യക്ഷത്തിൽ ഫിസിക്കലി ഭഗവാൻ രാധാറാണിയുടെ മുന്നിലെത്തുകയും ചെയ്തു. ഇൻ ബിറ്റ്വീൻ ചില കുറേ കഥകളുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, അത് പറഞ്ഞിരുന്നോ ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല ബാബു, ഒന്നുകൂടെ പറയാമോ? ഹരേ കൃഷ്ണ. അങ്ങനെ സേവനം, തുളസി സേവനം ചെയ്തിരുന്നു. ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഒരു വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി രാധാറാണിയുടെ കൊട്ടാരത്തിൽ വരുന്നു. നീ ഏതാണ്? നിന്നെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. പറയും, ഞാൻ ഇത്തിരി ദൂരെയുള്ളതാണ്. ദൂരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പശുക്കളെയൊക്കെ മേയ്ക്കാൻ പോകുന്ന ഒരാളുണ്ടല്ലോ, ഒരു കറുത്ത ഒരു മനുഷ്യൻ. നീ കൃഷ്ണന്റെ കാര്യമാണോ പറയുന്നത്? ആ, കൃഷ്ണൻ എന്നെങ്ങാണ്ടാണ് പേര്. ആ, കൃഷ്ണന്റെ. വീണ്ടും കണ്ണു കളയും. ആ ചെറുക്കന്റെ വീടിന്റെ തൊട്ടടുത്താണ് ഞാൻ താമസിക്കുന്നതെന്ന് പറയും. രാധാറാണിക്ക് പെട്ടൊരു ആവേശം. രാധാറാണി പറയും, അതുകൊണ്ടായിരിക്കാം, ഓ നീ എത്ര ഭാഗ്യവതിയാണ്, കൃഷ്ണന്റെ വീടിന്റെ അടുത്തു നിന്നാണോ വരുന്നത്, അതുകൊണ്ടായിരിക്കാം നിന്നോട് എനിക്ക് വല്ലാത്തൊരു ആകർഷണം ഉണ്ടായത്. നീ എന്താ ഇങ്ങനെ വന്നത്? അത് ഇങ്ങനെ കൃഷ്ണൻ പശുക്കളെ മേയിച്ചു പോകുമ്പോൾ ഞാനും വെറുതെ നടന്ന് ഇവിടൊക്കെ എത്തി, അത്ര തന്നെ. ഏതായാലും നീ എത്തിയല്ലോ. അങ്ങനെ അവർ തമ്മിൽ കുശലം പറയാൻ തുടങ്ങി. സമയം പോയതറിയുന്നില്ല. സൂര്യ അസ്തമയം വരെ ആ കുശല പ്രശ്നങ്ങൾ, വിശേഷ പറച്ചിലൊക്കെ നീണ്ടുകൊണ്ടേയിരുന്നു. അവസാനം ഈ പെൺകുട്ടി വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് രാധാറാണി കരയും, നാളെ രാവിലെ തന്നെ വരണം. അങ്ങനെ ദിവസങ്ങളോളം ഈ കുട്ടി വരുന്നു. കൃഷ്ണനെ പറ്റി അവർ രണ്ടുപേരും കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ചു. ഒരു ദിവസം ഈ പെൺകുട്ടിയെ കാണുന്നില്ല. കൃഷ്ണനെ കാണാൻ പറ്റാത്തതിൽ എത്രത്തോളം ദുഃഖമുണ്ടോ അത്രത്തോളം ദുഃഖത്തോടു കൂടിയാണ് ഈ പെൺകുട്ടിയെ കാണാൻ പറ്റാഞ്ഞതിലും രാധാറാണിയുടെ അവസ്ഥ. കുറച്ച് കഴിഞ്ഞപ്പോൾ വളരെ കിതച്ച് മുടിയെല്ലാം പാറിപ്പറിഞ്ഞ് ഈ കുട്ടി അവിടെ എത്തി. എന്താ നീ താമസിച്ചത്? എത്ര സമയമായി? നിനക്ക് എന്നെ പറ്റൊരു ചിന്ത പോലുമില്ല. നോക്കണം, ആ രംഗങ്ങൾ മാറും. നിനക്ക് എന്നെ പറ്റൊരു ചിന്ത പോലുമില്ല. ഇന്നലെ കണ്ടതാണ്. ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. എങ്കിലും പറയാണ്, നിനക്കെന്നോടൊരു ശ്രദ്ധയുമില്ല, അതുകൊണ്ടല്ലേ ലേറ്റായിട്ട് വന്നത്, താമസിച്ചു വന്നത്. അപ്പം പറയും ഈ പെൺകുട്ടി, ക്ഷമിക്കണം, മനഃപൂർവ്വമല്ല, വരുന്ന വഴിക്ക് ചില സംഭവങ്ങൾ ഉണ്ടായി. പറയൂ. ഓ, അത് പറയാതിരിക്കുന്നതായിരിക്കും ഭേദം. അത് ഒട്ടും കേൾക്കാൻ നല്ലതല്ല. ഒരുപക്ഷെ രാധാറാണി എന്നോട് ദേഷ്യപ്പെടും. ഇല്ല, ഞാൻ ദേഷ്യപ്പെടത്തില്ല, പറയൂ. നമ്മൾ ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണനുണ്ടല്ലോ, ആ കള്ള ചെറുക്കൻ, കറമ്പൻ, വരുന്ന വഴിക്ക് എൻ്റെ കയ്യിൽ കയറി പിടിച്ചു കളഞ്ഞു. ആരെങ്കിലും ചെയ്യുമോ അന്യ സ്ത്രീകളുടെ കയ്യിൽ കയറി പിടിക്കാൻ?
നല്ല ഒരു ആൺകുട്ടി ചെയ്യുമോ? നല്ലൊരു പുരുഷൻ അങ്ങനെ ചെയ്യുമോ? അതുകൊണ്ട് രാധാറാണി മറന്നേക്ക്, അവനെ മറന്നേക്ക്, നമുക്ക് ചേർന്നതല്ല, നമ്മുടെ കുലത്തിന് ചേർന്നതല്ല എന്ന് പറയും. രാധാറാണിക്ക് ദേഷ്യവും സങ്കടവും എല്ലാം ഒരുമിച്ച് വന്നു. പറയും, നീ ഇത്രയും നാൾ ഭഗവാൻ കൃഷ്ണനെ കുറ്റി പറഞ്ഞത് കൊണ്ടും നീ കൃഷ്ണന്റെ അയൽവക്കത്തായത് കൊണ്ടും മാത്രമാണ് നിന്നെ ഞാൻ വെറുതെ വിടുന്നത്. ഇനിമേൽ എൻ്റെ കൃഷ്ണനെ കുറിച്ച് ഒന്നും സംസാരിച്ചു പോകരുതെന്ന് പറയും. അപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമാണോ കൃഷ്ണനെ എന്ന് ഈ പെൺകുട്ടി ചോദിക്കുക. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ്. എന്നാൽ ഒരു കാര്യം ചെയ്യൂ, കണ്ണടച്ചിരിക്കും. അങ്ങനെ രാധാറാണിയെ കണ്ണടച്ചിരിക്കാനും, രാധാറാണി കണ്ണടച്ചു. ഞാൻ പറയുന്നത് വരെ തുറക്കരുതെന്ന് പറയും. തുറന്നില്ല. എന്നാ ഇനി തുറന്നോളൂ. തുറക്കുമ്പോൾ തൊട്ട് മുന്നിൽ കസ്തൂരിതിലകം ലലാടപടലേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ വരമൗക്തികം കരതലേ വേണു കരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം സുലളിതം കണ്ടേജമുക്താവലി ഗോപസ്ത്രീ പരിവേഷ്ടിതു വിജയതേ ഗോപാല ചൂടാമണി. ത്രിഭംഗലളിതനായ കർണാഭരണങ്ങളോടുകൂടി പീതാംബര വസ്ത്രങ്ങളോടുകൂടി തോൾവളയും കൈവളകളോടും കൂടി പുല്ലാങ്കുഴൽ വായിച്ചുകൊണ്ട്, ഒരു കാലിന്മേൽ മറ്റൊരു കാൽ പിണഞ്ഞു നിർത്തിക്കൊണ്ട് പുല്ലാങ്കുഴൽ വായിച്ചുകൊണ്ട് ദാ എന്നും താൻ ആഗ്രഹിക്കുന്ന ആ സാക്ഷാൽ കൃഷ്ണൻ തൊട്ട് മുന്നിൽ നിൽക്കുന്നു. ആ പെൺകുട്ടിയെ കാണാനുമില്ല. ഹരേ കൃഷ്ണ. ആവേശപൂർവം ശുചിത്വമായ മനസ്സോടുകൂടി ഭഗവാന് മുന്നിൽ അർപ്പിക്കുന്ന തുളസീതളങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഭഗവാനെ പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കും. വാഞ്ചാകൽപതരൂപേച്ച കൃപാ സിന്ധുഭ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകാനും അതുപോലെ തന്നെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് തുളസീതളം അർപ്പിക്കാനും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. എന്തെങ്കിലും പറയാൻ? ഭഗവാനെ നേരിട്ട് കാണിച്ചു കൃഷ്ണ. എന്തോ ഭഗവാനെ നേരിട്ട് കണ്ടു. എക്കോ വരുന്നു. ആരുടെ? ഇനി പറഞ്ഞോളൂ മാതാജി, ഒന്ന് ഹരേ പറയൂ. കൃഷ്ണ ഹരേ കൃഷ്ണ പ്രജി. കൃഷ്ണ ഭഗവാനെ നേരിട്ട് കാണിച്ചു തന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്ക് എല്ലാവർക്കും ഫിസിക്കലി കാണാൻ സാധിക്കും ഭഗവാനെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരു നല്ലൊരു ശുഭദിനം കിട്ടി. എല്ലാവർക്കും ഒരു കുറെ സന്തോഷം കിട്ടിയെന്ന് വിചാരിക്കുന്നു. നല്ല സന്തോഷം പ്രഭു. പ്രഭുവിനെ കാണുന്നത് തന്നെ സന്തോഷമാണ്. കഴിഞ്ഞ ഞായറാഴ്ച കാണാൻ പറ്റിയില്ല, അതുകൊണ്ടൊരു വിഷമമായിപ്പോയി. ഹരേ കൃഷ്ണ. ശീലഗുരുദേവക്ക് ഈശ്വര റൂപാതയ്ക്ക് ചെയ്യും. നമ്മളെല്ലാം ആനന്ദപത്മനാഭ സത്സംഗം എല്ലാം ശ്രേഷ്ഠരായ വ്യക്തന്മാർ എല്ലാവരും വളരെ സന്തോഷമാണ്. ഹരേ കൃഷ്ണ.